ഹായ് കൂട്ടുകാരി, പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ വർഷത്തിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിതേ നേരെ പള്ളിയിലേക്ക് വിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ. പിന്നെ കുറച്ചേറെ പോഷ് ഏരിയയാണ്, അതുകൊണ്ടാണ് നമ്മൾ വീടൊന്നും പിടിക്കാത്തത്. അപ്പം നമ്മൾ നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ കയറി നമുക്ക് 2 സ്റ്റോപ്പിലാണ്. നമ്മുടെ ഇരിക്കുന്ന 2ാമത്തെ സ്റ്റോപ്പിലാണ് പള്ളിയിലേക്ക് പോകാനുള്ളത്. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേനും 100 ബസ്, 100, 135, 155 ഈ 3 ബസ്സുകളിലാണ് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റും. അത് ഈ 100 ബസ്സിൽ പോയാൽ നമുക്ക് പള്ളിയുടെ തൊട്ട് ഒന്നിച്ച് പള്ളിയുടെ തൊട്ട് പള്ളിക്കൂടെ കുറച്ചെടുക്കാം. അതിനൊരു നമുക്ക് ആ ബസ്സിൽ കൂടെ 135 ബസ്സിൽ പിടിക്കാം. ഇത് കാപ്പിൽ അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റായിട്ട് കാപ്പിലോട്ട് വേറെ ഏത് കാര്യം ഒരു പാലിച്ചില്ലെങ്കിലും സ്ട്രിക്റ്റായിട്ട് വേറെ കുറച്ച് ദൂരമായിട്ട് അവിടെ ഇറങ്ങിയിട്ട് കാരണം പള്ളി റോഡ് സൈഡിലല്ല, കുറച്ച് ഉള്ളിലോട്ടാണ്. പക്ഷേ പള്ളിയുടെ ഗവൺമെൻറ്റിന് കാറും ഒക്കെ ചെല്ലും, ബസ് ഒഴിച്ച് കാറും എല്ലാം ചെല്ലുന്ന അക്കൗണ്ടല്ല. അപ്പം നമ്മൾ ആ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയാണിത്. നിങ്ങൾ കണ്ടോ, രാത്രി 9 മണി 10 മണി അടുപ്പിച്ചായി. വിജനമാണ്, കുറേയൊക്കെ വിജനമാണ്, റോഡൊക്കെ വിജനമാണ്. എന്ന് കരുതി നമുക്ക് പേടിക്കുകയൊന്നും വേണ്ട. എല്ലായിടവും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാത്ത ധൈര്യമായിട്ട് നമുക്ക് നടന്നു പോകാം. അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് കുറച്ചേറെ ദൂരമുണ്ട്. നടന്ന് അങ്ങനെ നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. പള്ളി കണ്ടോ, ഇതാണ് പള്ളി. ഇത് മട്ടാർ സെൻറ്റ് സ്റ്റീഫൻ പള്ളിയാണിത്. നമ്മുടെ റോമൻ കാത്തലിക് ചർച്ചാണ്. പള്ളിയുടെ കോമ്പൗണ്ടാണ് ഇത് മൊത്തം. പക്ഷേ നമുക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റില്ല. 6:30 മണി കഴിഞ്ഞാൽ പള്ളി ഇവിടെ ക്ലോസ് ആണ്. പള്ളി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രോട്ട ഉണ്ട്, ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ട ഉണ്ട്. ആ ഗ്രോട്ടയിൽ പോയി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം. അത് ആ വഴി തന്നെ നമ്മൾ മട്ടാർ MRTയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എല്ലാവരും ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മട്ടാർ MRTയിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഭക്തി ഇല്ലെന്നൊന്നും കരുതണ്ട, ഒരുപാടേറെ ഭക്തിയാണ് അവർക്ക്. ദൈവങ്ങളെ വിട്ടൊരു കളിക്കും തയ്യാറാകാത്ത രാജ്യമാണ് സിംഗപ്പൂർ. അതെല്ലാ ഇതിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നടന്നത് ഗ്രോട്ടയുടെ അരികിലെത്തി. മാതാവിനെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബെഞ്ചൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. കണ്ടോ, മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ വെള്ളച്ചാട്ടം പോലെയൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുളത്തിനകത്ത് കുറച്ചേറെ വലിയ മീനുകളെ വളർത്തുന്നുണ്ട്. കണ്ടോ, പലതരം മീനുകളുണ്ട്. കുറച്ച് ഇതിപ്പോൾ നമുക്ക് വളരെ കുറച്ച് കാണാൻ പറ്റുന്നു. ഒരുപാടേറെ മീനുകളുണ്ട് കേട്ടോ. അതിനെയൊക്കെ നമ്മൾ വെട്ടമടിച്ചവർക്ക് ഒരു കാര്യം മാത്രം പ്രത്യേകം പറയുന്നത്, ഫുഡൊന്നും കൊണ്ടിട്ട് കൊടുക്കാൻ പാടില്ല ഇതിന്. അതൊക്കെ അവർ കൊടുക്കില്ല. ഫുഡൊക്കെ അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഫുഡൊന്നും കൊണ്ട് കൊടുക്കരുത് എന്ന്. ചിലരൊക്കെ കൊണ്ട് കുളമാണല്ലോ, നമ്മുടെ നാട്ടിൻ്റെ പോലെ നാണയമൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. കേരളക്കാരൊക്കെ നാണയമൊക്കെ കൊണ്ടുവിടും. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നാണയമൊന്നും കൊടുക്കരുത്. പിന്നെ ഫുഡും കൊടുക്കാൻ പറ്റില്ല, ഇനി തന്നെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമുക്കിപ്പോൾ രാത്രി 10 മണി അടുപ്പിച്ചായി. 9:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ചേറെ നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അന്നിടത്തൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാ വെള്ളിയാഴ്ച സാധാരണ പള്ളി പോകാറുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റായി. കാര്യങ്ങളൊക്കെ അന്നിരുന്ന് പറഞ്ഞു. എന്നിട്ട് നിർത്തിച്ചു. അപ്പം നേരെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ മട്ടാറാണ്. അപ്പം നമ്മൾ നിൽക്കുന്നത് നേരെ ഇവിടെ വൺ വേ ആണ്. നമ്മൾ ഒരു വഴി പോകുന്ന വഴി ഇതല്ല ബസ് വരുന്നത്, തിരിച്ച് വരുന്നത് വേറൊരു വഴിയാണ്, അങ്ങോട്ട് പോകുന്നത് മറ്റൊരു വഴി. അങ്ങനെയാണ് സാധാരണ നമ്മൾ പോവുക. ഇതിപ്പോൾ മട്ടാറിലേക്കുള്ള വഴിയാണ്, മട്ടാർ ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി. ഇപ്പം നമ്മൾ നടന്നത് മട്ടാർ ബസ് സ്റ്റോപ്പിലേക്ക് കഴിഞ്ഞ് നമ്മൾ വലിയ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് 2 നമ്പർ ബസ് കിട്ടുള്ളൂ. ഒന്ന് 135, ഒന്ന് 155. ആ 2 ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ് കിട്ടിയാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. 100 ബസ് ഇവിടെ കിട്ടത്തില്ല. കാരണം 100 ബസ് പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാത്തുനിൽക്കാം. പിന്നെ ബസ് നല്ല വെളിയിലായിരുന്നു കേട്ടോ, വീഡിയോ പിടിക്കാൻ.
നല്ല തലയാണെന്നോ വീഡിയോ പിടിക്കുമ്പോൾ നമ്മൾ ബാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അറിയില്ല എടുക്കുന്നില്ല സമയം നോക്കിയാണ് 10 മണിയായി 10 മണിയാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് രാത്രി 10 മണിക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നാടെന്നല്ല ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ രാത്രിക്ക് ടാർഗറ്റായിരുന്നു പള്ളിയിൽ പോകുക എന്നുള്ളത്. അത് വിഷമായിരുന്നു. ഇവരെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാവരും പള്ളിയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയി. അപ്പോൾ നമുക്ക് വീണ്ടും